കേരള സർവകലാശാലയിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിലെത്തി. പ്രതികരണം തേടി എന്താണ് പറഞ്ഞത് നോക്കാം. ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. വരട്ടെ നോക്കാം. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ ശീലാസനൽ, രജിസ്ട്രാർ എത്തിയിരിക്കുകയാണ്. വരട്ടെ നോക്കാമെന്നാണ് പറഞ്ഞത്. ഫയൽ നോക്കാൻ പക്ഷേ VC അനുവദിക്കില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ സുജിയ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള പോരിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ കുഴങ്ങിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. കാരണം ആദ്യ ദിവസം മുതൽ തന്നെ ഈ ഫയൽ നീക്കം സംബന്ധിച്ച് ഇരുവരും തമ്മിൽ വലിയ പിടിവലികൾ നടക്കുകയാണ്. ആദ്യമേ നേരത്തെ VC അറിയിച്ചത് രജിസ്ട്രാർ ഫയൽ നോക്കരുത് എന്നായിരുന്നു. എന്നാൽ പിന്നീട് സിൻഡിക്കേറ്റ് ഇടപെട്ട് ആ വിഷയം പരിഹരിക്കുകയും തുടർന്ന് വീണ്ടും ഇന്നലെ ഈ ഫയലുകൾ ഒരു ഫയലും ഇത്തരത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന് നൽകരുത്, അതുവഴി ഫയൽ ഒരു കാരണവശാലും തീരുമാനങ്ങൾ എടുക്കരുത് എന്ന നിർദ്ദേശം കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓപ്പറേഷൻ ഡയറക്ടർക്ക് വൈസ് ചാൻസലർ നൽകി. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഡോക്ടർ KS അനിൽകുമാർ സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനം അടക്കം പ്രവർത്തിച്ചുകൊണ്ട് വൈകുന്നേരത്തോടു കൂടി ഈ ഫയൽ നീക്കം പുനഃസ്ഥാപിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. ഏറ്റവും അവസാനമായി ഇപ്പോൾ VC നൽകിയിരിക്കുന്ന നിർദ്ദേശം എല്ലാ ജോയിന്റ് രജിസ്ട്രാർമാർക്കും കൂടിയാണ് ഈ നിർദ്ദേശം VC നൽകിയിരിക്കുന്നത്. അതായത് ഇനി മുതൽ ഒരു ഫയലും വൈസ് ചാൻസലർക്ക് ലഭിക്കേണ്ട ഒരു ഫയലും രജിസ്ട്രാർ KS അനിൽകുമാർ വഴി അയക്കേണ്ടതില്ല. അതാത് ജോയിന്റ് രജിസ്ട്രാർമാർ അവരുടെ ജോലികൾ തീർത്ത് തനിക്ക് നേരിട്ട് അയക്കാവുന്നതാണ് എന്ന നിർദ്ദേശമാണ് വൈസ് ചാൻസലർ ഏറ്റവും അവസാനമായി നൽകിയത്. അതിന്മേലുള്ള മറുപടിയാണ് ഇപ്പോൾ ഡോക്ടർ KS അനിൽകുമാർ വരട്ടെ നോക്കാം എന്ന് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഫയൽ നീക്കങ്ങളൊന്നും തന്നെ രജിസ്ട്രാറിനെ ഇടപെടുത്തിക്കൊണ്ടാവരുത് എന്ന് കൃത്യമായ നിർദ്ദേശം പല ഘട്ടങ്ങളിൽ പല തവണയായി വൈസ് ചാൻസലർ അതാത് വകുപ്പുകളിലേക്ക് നൽകുന്നുണ്ട്. അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നൊരു പരാതി കൂടി വൈസ് ചാൻസലർക്കുണ്ട്. പക്ഷെ അപ്പോഴും മറുവശത്ത് ഇങ്ങനെ ഒരു അധികാര വടംവലി ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരായ കുട്ടികളുടെ ജീവിതത്തെ കൂടിയാണ് ബാധിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ സർട്ടിഫിക്കറ്റുകൾ, അവരുടെ പരീക്ഷാ ഫലങ്ങൾ, അവരുടേതായ എല്ലാ രേഖകളുടെയും നടത്തിപ്പുകളെല്ലാം ഇത്തരത്തിൽ രജിസ്ട്രാറും വൈസ് ചാൻസലറും വഴി കടന്നു പോകേണ്ടതാണ്. അവരുടെ സർട്ടിഫിക്കറ്റിൽ പോലും ഇരുവരുടെയും ഒപ്പുകൾ അത്യാവശ്യമാണ്. അത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇനി എന്താണ് ഇരുവരും ചെയ്യുന്നത് എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. വൈസ് ചാൻസലർ റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും 8-ാം തീയതി മടങ്ങിയെത്തിയ അദ്ദേഹം ഇന്ന് 11-ാം തീയതിയാണ് അദ്ദേഹം ഇതുവരെയും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയില്ല. പ്രതിഷേധം ഭയന്നിട്ടാണ് എന്നതാണ് ഇടത് സംഘടനകൾ ഇതിനോടകം തന്നെ പറയുന്ന കാര്യം. ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കടക്കം വൈകുന്നേരം DYFIയുടെ മാർച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം തലസ്ഥാന ജില്ലയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണവുമില്ല. ഇന്നലെ അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോട് നിന്ന് മടങ്ങിയെന്നും ഇന്ന് കൊല്ലത്ത് രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നുവെന്നുമാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും രജിസ്ട്രാറും VCയും ഒരേ സമയം സർവകലാശാലയിൽ ഒന്നിച്ചെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. വിവരങ്ങൾ നൽകിയത് ഗോപാൽ ശീലാസനലാണ്.